ഹായ് ഫ്രണ്ട്സ്, സൈക്കിൾ ജിയോമെട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സൈക്കിളിൻ്റെ വീൽ ബേസ്. അതായത് സൈക്കിൾ എത്രമാത്രം ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാനായിട്ട് വീൽ ബേസ് മനസ്സിലാക്കിയാൽ മതി. റിയർ ആക്സിൽ മുതൽ മുമ്പിലെ അച്ചുതണ്ട് വരെയുള്ള സൈക്കിളിൻ്റെ ദൂരത്തിനാണ് വീൽ ബേസ് എന്ന് പറയുന്നത്. വീൽ ബേസ് കുറവാണെങ്കിൽ സൈക്കിളിൻ്റെ ടേണിംഗ് സർക്കിൾ കുറവായിരിക്കും. വീൽ ബേസ് കൂടുന്തോറും സൈക്കിളിൻ്റെ ടേണിംഗ് സർക്കിൾ കൂടും. അതായത് വീൽ ബേസ് കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സ്പീഡിൽ പോണ സമയത്ത് ഒരു വളവ് തിരിക്കാനായിട്ട് എളുപ്പമായിരിക്കും ഒരു വലിയ സൈക്കിളിനെ അപേക്ഷിച്ച്. അതാണ് വീൽ ബേസ് കുറയുമ്പോഴുള്ള പ്രധാന ഗുണം. അത് മാത്രമല്ല, നമ്മൾ സ്പീഡിൽ പോകുമ്പോൾ കോർണറിങ് ചെയ്യാനായിട്ടും എല്ലാ കാര്യത്തിനും വീൽ ബേസ് കുറവാണെങ്കിൽ സൈക്കിളിൻ്റെ ഹാൻഡ്ലിങ് കൂടുതലായിരിക്കും. ഇനി സ്ലോവർ സ്പീഡിൽ സൈക്കിളിന് നീളം കൂടിയാലും കുറവാണെങ്കിലും നമുക്ക് വളവ് തിരിക്കാനോ കോർണർ ചെയ്യാനോ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് എൻഡ്യൂറൻസ് ബൈക്കുകൾക്കെല്ലാം വീൽ ബേസ് കൂടുതലായിരിക്കും. അഗ്രസീവ് ബൈക്കിലേക്ക് വരുന്തോറും വീൽ ബേസ് കുറയും. ഇനി വീൽ ബേസിനെ രണ്ടായിട്ട് തരംതിരിക്കേണ്ടത്. ബോട്ടം ബ്രാക്കറ്റ് മുതൽ റിയർ ആക്സിൽ വരെയുള്ള ദൂരത്തിന് നമ്മൾ റിയർ സെന്റർ എന്ന് പറയും. ഫ്രണ്ട് ആക്സിൽ വരെയുള്ള ദൂരത്തിന് ഫ്രണ്ട് സെന്റർ എന്ന് പറയും. അഗ്രസീവ് ബൈക്കിലേക്ക് വരുന്തോറും റിയർ സെന്റർ കുറവായിരിക്കും. ഷോർട്ടർ ചെയിൻ സ്റ്റേ, ടയർ കൂടുതൽ അടുത്തേക്ക് വന്നിട്ടുണ്ടാവും. റൈഡറുടെ വെയിറ്റ് കൂടുതൽ പുറകിലെ ടയറിൽ കേന്ദ്രീകരിക്കും. ഗ്രിപ്പ് കൂടുതലായിരിക്കും, വെയിറ്റ് കൂടുതലുള്ളതുകൊണ്ട്. പിന്നെ ട്രാക്ഷൻ കൂടും, ആക്സിലറേഷൻ കൂടും. വീൽ ബേസിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. അടുത്ത വീഡിയോസിൽ നമുക്ക് സൈക്കിളിൻ്റെ അടുത്ത ജിയോമെട്രി മനസ്സിലാക്കാം.